ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിന് പലവിധ രീതികളുമുണ്ട്. എന്നാൽ പരസ്യമായി രണ്ട് സമൂഹമായി ജപമാല ചൊല്ലുന്നതാണ് ദൈവത്തിന് കൂടുതൽ പ്രീതികരം. എന്നാൽ മനുഷ്യർ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നതിനെ സാത്താൻ ഏറെ ഭയപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പ്രീതികരവും സാത്താന് ഭീതിജനകവുമാണ് പരസ്യമായ ജപമാല സമർപ്പണങ്ങൾ. സർവശക്തനായ ദൈവത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം നൽകുന്നതും കൂട്ടായ ജപമാല പ്രാർത്ഥനയിലൂടെയാണ്. യേശുക്രിസ്തു ഓരോ പ്രാർത്ഥനയിലും നമുക്കിടയിൽ സന്നിഹിതനാണ്. ജപമാല സമൂഹമായി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നുവരും. ആളുകൾ ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ അത് ഒരു വ്യക്തി വളരെ സ്വകാര്യമായി ചൊല്ലുന്നതിനേക്കാൾ വളരെ കൂടുതൽ പിശാചിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം സമൂഹ പ്രാർത്ഥനയിൽ ഒരു സൈന്യമാണ് അവനെ ആക്രമിക്കുന്നത്. സാത്താന് പലപ്പോഴും ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ കീഴടക്കാനാവും. എന്നാൽ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ജപമാല ഒരുമിച്ച് ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയെ തകർക്കാൻ സാത്താന് വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, ഒരു വടി വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകൊണ്ട് ഒടിക്കാനായിട്ട് കഴിയും. പക്ഷേ വടികൾ കൂടിച്ചേർന്ന ഒരു വടിക്കെട്ടിനെ അത്ര എളുപ്പത്തിൽ ഒടിക്കാൻ കഴിയില്ല. ഇതുപോലെയാണ് ജപമാല പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ശക്തിയും. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചൊല്ലുമ്പോൾ സാത്താൻ ആ വ്യക്തിയെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുമെങ്കിലും കൂട്ടായി ഒരേ മനസ്സോടെ ചൊല്ലുമ്പോൾ സാത്താന് അതിന് സാധിക്കാറില്ല. ഇതിനൊക്കെ പുറമെ സമൂഹ പ്രാർത്ഥന നമ്മുടെ ആത്മാവിന് ഏറെ ഉപകാരപ്രദമാണ്. സമൂഹമായി പ്രാർത്ഥിക്കുമ്പോൾ ആ സമൂഹത്തിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനയാകുന്നു. ഇനി ഒരു വ്യക്തിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആ വ്യക്തിയുടെ കുറവിനെ പരിഹരിച്ചുകൊണ്ട് അതേ ഗ്രൂപ്പിലെ മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ശക്തി പ്രകടമാകുകയും കുറവുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിലെയും കുടുംബ കൂട്ടായ്മകളിലെയും ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്കിനി തിരിച്ചുപിടിക്കാം. കൂടുതൽ ഉന്മേഷത്തോടെ, ആത്മാർത്ഥതയോടെ, ഭക്തിയോടെ നമുക്ക് കൂട്ടായ്മയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, മക്കളെ, ഇനി മുതൽ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലാതിരിക്കരുതേ. കൂട്ടായി ഒരുമയോടെ ഒരേ മനസ്സോടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ജപമാല കരങ്ങളിലെടുത്ത് ഉറക്കെ നമുക്ക് ഇനി മുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം വളരെ വേഗം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. എനിക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുള്ളതായി ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ? മരിയൻ യൂക്കറിസ്റ്റിക് മിനിസ്ട്രി എന്നാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേര്. 24 മണിക്കൂറും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സൂമിലൂടെയാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഓരോ മണിക്കൂറും ഓരോ ഗ്രൂപ്പുകളായി മാറി മാറി വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കടന്നു പോകും. അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു സമൂഹത്തോട് ചേർന്ന് ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന പല നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ മാധ്യസ്ഥ്യം വഹിച്ച് ഈശോയിൽ നിന്ന് വളരെ വേഗം അനുഗ്രഹങ്ങൾ വാങ്ങി നൽകുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ കൂട്ടായ്മയിൽ ഈശോയുടെ സാന്നിധ്യമുള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉറക്കവും ക്ഷീണവും ഒക്കെ മാറി തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായി എല്ലാവർക്കും പറ്റാറുണ്ട്. തനിയെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറെ കൃപകൾ കൂട്ടായി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതായി തോന്നിയിട്ടുമുണ്ട്. അതുകൊണ്ട് കുടുംബം ഒന്നിച്ചിരുന്ന് മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കുന്ന നല്ല കുടുംബങ്ങൾ ഈ ഭൂമിയിൽ പെരുകട്ടെ എന്ന് ഈ ദിനം ഞാനും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്നുള്ള ഒരു കുടുംബ പ്രാർത്ഥന ഇല്ലാതെ വർഷങ്ങളായിട്ട് ഒന്നെങ്കിൽ അമ്മ തനിച്ചിരുന്ന് കുടുംബനാഥ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും. മക്കൾ ആ സമയം TV-യിലോ മൊബൈലിലോ ഒക്കെ നോക്കി സമയം കളയുന്നു. ജീവിത പങ്കാളി കൂട്ടുകാരോടൊപ്പം ഇരുന്ന് സമയം കളയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ സമയം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കരുണ കുടുംബങ്ങളിലേക്കെല്ലാം ഒഴുകപ്പെടട്ടെ.
ഒരുപാട് അമ്മമാർ ഇതോർത്ത് വേദനിക്കുന്നവരുണ്ട്. ഈശോയെ, ഇങ്ങനെ ഓർത്ത് ഈ സമയം മനസ്സിൽ സങ്കടപ്പെടുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർ ഈ സമയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ അമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ, മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരും കടന്നു വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന എല്ലാ അമ്മമാരുടെയും പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം സമർപ്പിച്ച് കുടുംബമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളിലേക്കെല്ലാം ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകാനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഉറക്കെ എന്നോട് ചേർന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ കുടുംബങ്ങളിലും കൈകോർത്ത് ഒരുമയോടെ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല കുടുംബങ്ങൾ രൂപപ്പെടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.